നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് നഗരസഭയുടെ ബഹുമുഖ പദ്ധതികൾക്കായി പാതാക്കര മലയിൽ വാങ്ങാൻ തീരുമാനിച്ച സ്ഥലത്തിന് നിശ്ചയിച്ച ഫെയർ വാല്യൂ റദ്ദാക്കി. വാല്യൂ നിശ്ചയിക്കുന്നതിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. CPM-ഉം BJP-യും സ്ഥലം വാങ്ങുന്നതിനെ എതിർത്തിരുന്നു. പെരിന്തൽമണ്ണ രാമഞ്ചാടി കുടിവെള്ള പദ്ധതിക്കും ജലസേചന പദ്ധതികൾക്കും തൂതപ്പുഴയിൽ തടയണ അനിവാര്യമെന്ന് നജീബ് കാന്തപുരം MLA. നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. ആവശ്യം പരിഗണിക്കാമെന്ന് വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് DYFI മാർച്ച്. ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും നിഷേധാത്മക സമീപനം തിരുത്തണമെന്നും രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കണമെന്നും DYFI. പട്ടാമ്പി കുളപ്പുള്ളിപ്പാതയുടെ തകർച്ചയിൽ വീണ്ടും പ്രതിഷേധം. ഓങ്ങല്ലൂരിലാണ് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നവീകരണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന് നേതാക്കൾ. യൂത്ത് കോൺഗ്രസ് യങ് ഇന്ത്യ ക്യാമ്പയിന് പാലക്കാട് ജില്ലയിൽ തുടക്കം. സംഘടനയെ ശക്തിപ്പെടുത്താൻ താഴെത്തട്ടിൽ പ്രവർത്തനം അനിവാര്യമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പെരിന്തൽമണ്ണ സ്വദേശി ഹാഫിസ് റഹ്മാന് വീണ്ടും റാങ്കിന്റെ തിളക്കം. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ നേടിയത് 2ാം റാങ്ക്. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് നഗരസഭയുടെ ബഹുമുഖ പദ്ധതികൾക്കായി പാതാക്കര മലയിൽ വാങ്ങാൻ തീരുമാനിച്ച സ്ഥലത്തിന് നിശ്ചയിച്ച ഫെയർ വാല്യൂ റദ്ദാക്കി. വാല്യൂ നിശ്ചയിക്കുന്നതിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഇതോടെ വൻ തുക നൽകി പാതാക്കര മല വാങ്ങാനുള്ള ഭരണസമിതിയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ലൈഫ് ഭവന സമുച്ചയം, മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നിവ ഉൾപ്പെടെയുള്ള നഗരസഭയുടെ ബഹുമുഖ പദ്ധതിക്കായാണ് 4.5 ഏക്കർ സ്ഥലം വാങ്ങാൻ കൗൺസിൽ തീരുമാനിച്ചത്. എന്നാൽ ഈ ഭാഗത്ത് സ്ഥലത്തിനുള്ള വിലയുടെ 2 ഇരട്ടിയാണ് വഴിപോലുമില്ലാത്ത ചെങ്കുത്തായമലയുടെ മുകളിലെ സ്ഥലത്തിന് നിശ്ചയിച്ചിരുന്നത്. ഇതിനെതിരെ നൽകിയ പരാതിയിലാണ് ഫെയർ വാല്യൂ നിശ്ചയിച്ചതിൽ ക്രമക്കേട് കണ്ടെത്തിയത്. വില്ലേജ് ഓഫീസറും ചാർജ് ഓഫീസറും ശുപാർശ ചെയ്ത 30% പുറമെ തഹസിൽദാരും 30% വർധന വരുത്തിയെന്ന് വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖയിൽ പറയുന്നു. നിലവിൽ ഈ സ്ഥലത്ത് 2.5 സെന്റിന് 41,800 രൂപയാണ്. എന്നാൽ 66,775 രൂപയാണ് വാല്യൂ നിശ്ചയിച്ചതെന്നാണ് വിവരാവകാശ രേഖ. 60% കൂട്ടിയാണ് വില നിശ്ചയിച്ചത്. ചെങ്കുത്തായ മലയിൽ ഇത്രയും വില നിശ്ചയിച്ചത് കൃത്രിമം കാണിച്ചാണെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. മുക്കണ്ണം ശിവക്ഷേത്രത്തിനു മുൻപിലെ റോഡിൽ നിന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിലൂടെയാണ് നിർദ്ദിഷ്ട സ്ഥലത്തേക്കുള്ള വഴിയുള്ളത്. ഒരു സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ നിശ്ചയിക്കുമ്പോൾ ഭൂമിയിലെ ചമയങ്ങൾ, സ്ഥലത്തിന്റെ തരം, ഉയർച്ച, താഴ്ചകൾ, വഴി സൗകര്യം എന്നിവ പരിഗണിക്കണമെന്നാണ് ചട്ടം. എന്നാൽ ചേലേങ്കര മലയുടെ വില നിശ്ചയിക്കാൻ ഈ ചട്ടം പാലിച്ചില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫെയർ വാല്യൂ റദ്ദാക്കിയത്. സ്ഥലം വാങ്ങാനുള്ള തീരുമാനത്തെ CPM-ഉം BJP-യും ശക്തമായി എതിർത്തിരുന്നു. തൂതപ്പുഴയിലെ ശുദ്ധജല പദ്ധതികൾക്കും ജലസേചന പദ്ധതികൾക്കും വേണ്ടി തടയണ നിർമ്മിക്കാൻ നജീബ് കാന്തപുരം MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. രാമഞ്ചാടി ശുദ്ധജല പദ്ധതിയെയും ജലസേചന പദ്ധതിയെയും നിലനിർത്തുന്നതിന് തടയണ ആവശ്യമാണെന്ന് MLA സബ്മിഷനിൽ ഉന്നയിച്ചു. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ താഴേക്കോട്, ആലിപ്പറമ്പ്, ഏലംകുളം, പുലാമന്തോൾ പഞ്ചായത്തുകളിലെയും പെരിന്തൽമണ്ണ നഗരസഭയിലെയും ജലസേചന കുടിവെള്ള പദ്ധതികളുടെ പ്രധാന സ്രോതസ്സാണ് തൂതപ്പുഴ. തൂതപ്പുഴയിലെ ശുദ്ധജല ജലസേചന പദ്ധതികൾക്കായി തടയണ നിർമ്മിക്കണമെന്ന് നജീബ് കാന്തപുരം MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. രാമഞ്ചാടി കുടിവെള്ള പദ്ധതിക്കും ജലസേചന പദ്ധതിക്കും തടയണ അനിവാര്യമാണെന്നും അല്ലെങ്കിൽ പദ്ധതികൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും MLA സബ്മിഷനിൽ ഉന്നയിച്ചു. എൻ്റെ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളുടെ എല്ലാം കുടിവെള്ള വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ജൽജീവൻ മിഷൻ്റെ ജലസ്രോതസ്സും അതുപോലെ തന്നെ ഏറ്റവും നല്ല ജലസേചന പദ്ധതി 1984 മുതൽ നടന്നു വരുന്ന ജലസ്രോതസ്സും തൂതപ്പുഴയിലെ ഒരേ സ്ഥലത്ത് നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് ഒരു തടയണ നിർമ്മിക്കാൻ അടിയന്തരമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ വരൾച്ച കാലത്ത് 2 പദ്ധതികളും മുടങ്ങുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും തൂതപ്പുഴയിലെ ജലസ്രോതസ്സിന് വേണ്ടി രാമഞ്ചാടി കുടിവെള്ള പദ്ധതിയെയും രാമഞ്ചാടി ജലസേചന പദ്ധതിയെയും നിലനിർത്താൻ അടിയന്തരമായി ഒരു തടയണ നിർമ്മിക്കണം എന്ന് അഭ്യർത്ഥിക്കാം. തടയണ നിർമ്മാണം പരിഗണിക്കാമെന്ന് വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി നൽകി. അതിൻ്റെ ആവശ്യകത പരിശോധിക്കുകയും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അത് ആവശ്യമാണെന്ന് കാണുന്ന മുറയ്ക്ക് അത്തരം കാര്യങ്ങളിൽ ഒരു തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കാവുന്നതാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് DYFI ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഭരണകക്ഷി യുവജന സംഘടനയായ DYFI ആണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്.
ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും രോഗികളോടുള്ള നിഷേധാത്മക സമീപനം തിരുത്തുക. ആശുപത്രിയുടെ പ്രവർത്തനം താറുമാറാക്കുന്ന ആശുപത്രി സൂപ്രണ്ടിന്റെ സമീപനം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രി കവാടത്തിനു മുന്നിൽ പോലീസ് തടഞ്ഞു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ.സി. റിയാസുദ്ദീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റിന്റെ ജനകീയ ആരോഗ്യ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോ ഞങ്ങളിവിടെ നിൽക്കാൻ ഞങ്ങളെ കുറിച്ചൊക്കെ അറിയാലോ ഡിവൈഎഫ്ഐ. ഇപ്പൊ ഞങ്ങളിവിടെ ജനകീയമായ ജനങ്ങളെ സംഘടിപ്പിച്ച് ഒരു മാർച്ച് നടത്തി. അവിടെ ഞങ്ങൾ അവസാനിപ്പിച്ചു. ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചു, മുദ്രാവാക്യം വിളിച്ചു, പ്രതിഷേധിച്ചു. ഇതൊരു സൂചനയായ മാർച്ചായി ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ ഈ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചു. ഞങ്ങളിപ്പോൾ തിരിച്ചു പോകും. പക്ഷേ ഒരു വരവ് കൂടെ ഞങ്ങൾ വന്നാൽ അതിനകത്തിരിക്കുന്നവൻ സൂപ്രണ്ട് ആരായാലും ആ കസേര മാത്രമല്ല അയാൾ അവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടാവും. അത് മാത്രമേ ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നുള്ളൂ. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി സി രാഗേഷ് അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ എം രൺദീഷ്, ഒറ്റപ്പാലം ബ്ലോക്ക് സെക്രട്ടറി PS അബ്ദുൽ മുത്തലിഫ്, ഒറ്റപ്പാലം പ്രസിഡന്റ് PK ഗിരീഷ്, ഷൊർണൂർ പ്രസിഡന്റ് കെ രാഹുൽദാസ്, ജില്ലാ കമ്മിറ്റി അംഗം MP കൃഷ്ണപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. വലിയ ദുരിതമാണ് പാതയിൽ ഓങ്ങല്ലൂർ വരെ യാത്രക്കാർ നേരിടുന്നത്. പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണ പ്രവൃത്തികൾ വേഗത്തിലാക്കി യാത്രാദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വാടാനംകുറിശി ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി സേവന ആശുപത്രിക്ക് മുന്നിൽ റോഡ് തകർന്ന ഭാഗത്തായിരുന്നു സമരം. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷം കൊണ്ട് ഈ റോഡ് റെഗുലേറ്റ് ചെയ്ത് നമുക്ക് ഗതാഗത യോഗ്യമാക്കി തരും എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇതിൻ്റെ പണി എങ്ങും എത്താത്ത അവസ്ഥയിലാണ്. മാത്രമല്ല കുണ്ടും കുഴിയുമായിട്ട് സാധാരണക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് ഈ കുളപ്പുള്ളി പട്ടാമ്പി റോഡിൽ. ചില ഭാഗങ്ങളിൽ പണി പൂർത്തീകരിക്കാൻ ആദ്യഘട്ട പണി പൂർത്തീകരിച്ചു. എന്നാൽ അവിടെ തന്നെ പല ഭാഗങ്ങളിലും പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മരം മുറി അടക്കാൻ കഴിയാതെ പണി കാൽഭാഗമായി പോലും ആകാതെ കിടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റോഡ് പണി ചെയ്യുമ്പോൾ ഇപ്പോൾ വാടാനംകുറിശി ആ പാലത്തിൻ്റെ ചുവട്ടിലുള്ള റോഡ് നടക്കാൻ വയ്യാത്ത പലരും വീണ് പോകുന്ന അവസ്ഥയുണ്ടായിട്ട് അവിടെ ഒരു മെറ്റൽ ഇടാൻ പറഞ്ഞിട്ട് പോലും ഇതിൻ്റെ ഈ പണിക്കാർ കേട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സമാന്തര പാത അവിടെ തുറന്നിട്ട് വേണമായിരുന്നു ഈ റോഡ് പണി നടക്കാൻ. ഞങ്ങളത് ഓഫീസർമാരോട് പറയുകയും അവർ സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ മേൽനോട്ടക്കാർ അത് കൃത്യമായി ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ഇന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ റോഡ് വളരെ കുണ്ടുകുഴിയുമായിട്ട് കിടക്കുക. ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യൂസഫ് അധ്യക്ഷത വഹിച്ചു. KPCC അംഗം റിയാസ് മുക്കോളി, രൂപേഷ്, ജയശങ്കർ കൊട്ടാരത്തിൽ, അബൂബക്കർ സിദ്ദിഖ്, മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന യങ് ഇന്ത്യ ക്യാമ്പയിന് പാലക്കാട് ജില്ലയിൽ തുടക്കമായി. സംഘടനയെ ശക്തിപ്പെടുത്താൻ താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ജില്ലയിലെ ആദ്യ ക്യാമ്പയിൻ തൃത്താലയിൽ നിന്നാണ് ആരംഭിച്ചത്. സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം യങ് ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടെത്തിയാണ് ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റിന് നേതൃത്വം നൽകുന്നത്. പാലക്കാട് ജില്ലയിൽ 3 ദിവസങ്ങളിലായാണ് ലീഡേഴ്സ് മീറ്റ് നടത്തുന്നത്. ആദ്യ യോഗം തൃത്താല മണ്ഡലത്തിലായിരുന്നു. സംഘടനയെ ശക്തിപ്പെടുത്താൻ താഴെത്തട്ടിൽ നിന്നുമുള്ള പ്രവർത്തകർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് തൃത്താല യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു. കോൺഗ്രസിന് അധികാര കേന്ദ്രങ്ങളിൽ എത്തണമെങ്കിൽ അതിനാവശ്യമായ പ്രവർത്തനം അനിവാര്യമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി വേണമല്ലേ, പക്ഷെ ഇരുന്നിട്ട് എഴുന്നേക്കാൻ ഞങ്ങൾ തയ്യാറല്ല അല്ലേ? ശരിയല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കാൻ എത്ര പേര് തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ ആകെ 10 ആളുകൾ എഴുന്നേറ്റ്. നമുക്ക് സംഘടനാ പ്രവർത്തനത്തിന്റെയോ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയോ ഭാഗമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ എൻഗേജിലാകാൻ ഏത് തിരക്കിനിടയിലും
ഇനിയും രോഗാവസ്ഥയിൽ പോലും എൻഗേജ് ആകാൻ പറ്റുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ. ഏറ്റവും മിനിമം സാധനം അല്ലേ? നമുക്ക് പശയിട്ട് പോസ്റ്റർ ഒട്ടിക്കാനുള്ള പ്രയാസമുണ്ട്. ഒരു പോസ്റ്റ് സ്റ്റോറിയാക്കാൻ നമ്മൾ പന്തം കൊളുത്തി പിടിച്ചൊരു പ്രകടനം നടത്തുന്ന പ്രയാസമുണ്ടോ? ഉണ്ടോ? പോലീസുമായിട്ട് ബാരിക്കേഡിന് മുന്നിൽ ഏറ്റുമുട്ടുന്ന പ്രയാസമുണ്ടോ ഒരു സ്റ്റാറ്റസിലാണ്? ഉണ്ടോ? നിങ്ങൾക്ക് തൃത്താലയിൽ MLA വേണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി വേണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേണം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഞാൻ രണ്ടുപേരുടെ ഉദാഹരണം പറയാം. ഈ 2024 ആണ്ടിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 2024 ആണ്ടിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ടാളുകൾ കോൺട്രിബ്യൂഷൻ പറഞ്ഞു. ഒന്ന്, 2024 ആണ്ടിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വിജയത്തോടടുത്ത ആ അവസ്ഥയ്ക്ക് കാരണക്കാരനായ ഒന്നാമത്തെ മനുഷ്യന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അയാൾ അതിനു വേണ്ടി 4500 കിലോമീറ്റർ ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് കശ്മീരിലേക്ക് നടന്നു. നിയോജക മണ്ഡലം പ്രസിഡന്റ് നഹസ് അധ്യക്ഷനായി. നേതാക്കളായ അബിൻ വർക്കി, KS ജയഘോഷ്, വൈശാഖ്, VT ബൽറാം, OK ഫാറൂഖ്, അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ, CV ബാലചന്ദ്രൻ, ഡോക്ടർ സരീൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണാർക്കാട് തിരുവിഴാംകുന്നിലുണ്ടായ കാട്ടാനയുടെ ആക്രമണത്തിൽ വനപാലകന് സംഭവിച്ചത് ഗുരുതരമായ പരിക്ക്. തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ചിറ്റൂർ സ്വദേശി M ജഗദീഷിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹം വട്ടമ്പലത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വാരിയലുകൾക്കും ചുമലിലും തുടയിലും അസ്ഥികൾക്ക് പൊട്ടലുണ്ട്. തലയിലും മുറിവുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. കച്ചേരിപ്പടി മുളകുവള്ളം മേലേക്കളം 30 ഏക്കറിൽ വൈദ്യുതി വേലി തകർത്ത് ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ ആനകളെ കാട്ടിലേക്ക് കയറ്റുന്ന സംഘത്തിലായിരുന്നു ജഗദീഷ്. 6 കിലോമീറ്ററുകളോളം ആനയെ തുരത്തി വൈദ്യുതി വേലിക്കടുത്ത് എത്തിയതോടെ 2 ആനകളിലൊന്ന് വനപാലക സംഘത്തിനു നേരെ തിരിഞ്ഞു. ഇതോടെ 20 അംഗ വനപാലക സംഘം ചിതറിയോടി. ഇതിനിടെ ആനയുടെ തുമ്പിക്കൈ കൊണ്ട് ജഗദീഷിന് അടിയേറ്റു തെറിച്ചു. ഇതിനുശേഷം ആന വീണ്ടും വനപാലക സംഘത്തോടൊപ്പം ഓടിയ ശേഷം പാണക്കാട് കാട്ടിലേക്ക് കയറി. ചിതറിയോടിയ സംഘത്തിൽ ജഗദീഷിനെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് പരുക്കേറ്റ് കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് അംഗം നൂറുൽ സലാം പറഞ്ഞു. മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കോട്ടാപ്പാടം പഞ്ചായത്തിൽ മേലേക്കളം തോട്ടപ്പായി എന്ന് പറയുന്ന സ്ഥലത്താണ് അപകടം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം 10 ദിവസം മുമ്പാണ് സുഖമില്ലാത്ത ആനയെ കൊണ്ട് ആനയെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കയറ്റി വിട്ടതിന് ശേഷം നിലവിലിപ്പോൾ ആ പ്രദേശത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ വനംവകുപ്പ് ഫെൻസിങ് പുതിയ ഫെൻസിങ് ചാർജ് ചെയ്ത് ഓപ്പണിങ് ആയതാണ്. അതിന് ശേഷം ഈ 10 ദിവസമായിട്ട് നിരന്തരം 4-5 സമയങ്ങളിലായിട്ട് പല ഭാഗങ്ങളിലായി അമ്പലപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫും തിരുവിതാംകൂർ സ്റ്റാഫും RRTയും ചേർന്ന് ദിവസത്തിൽ രാത്രി ഒരു 5 തവണയായിട്ട് പടക്കം പൊട്ടിച്ച് ആന സ്ഥിരമായി ഇറങ്ങുന്ന മേഖലയിൽ ആനയെ മേലേക്ക് കയറ്റി വിടാറാണ് പതിവ്. അതിന് ശേഷം 10 ദിവസമായിട്ട് ആന താഴത്തേക്ക് ഫെൻസിങ് പൊളിച്ച് താഴത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഇന്നലെ രാവിലെയാണ് ഒരു കൂട്ടാന ഫെൻസിങ്ങിലേക്ക് മരം തള്ളി പുറത്തേക്ക് വന്നത്. അതിനുശേഷം ഇന്നലെ ഏകദേശം 6 കിലോമീറ്ററോളം താഴത്തേക്ക് ആന വന്നിരുന്നു. ജീവനക്കാർ വരെ RRTയും മണ്ണാർക്കാട് RRT ടീമും തിരുവിതാംകൂർ സ്റ്റേഷൻ സ്റ്റാഫും കൂടി 25ഓളം ആളുകൾ കൂടിയിട്ട് രാവിലെ മുതൽ ആനയെ ഡ്രൈവ് ചെയ്ത് മേലേക്ക് കയറ്റിയായിരുന്നു. ഏകദേശം ഈ മേലേക്കളം ഭാഗത്ത് ഫെൻസിങ്ങിനോട് ചേർന്ന് ഫെൻസിങ്ങിൻ്റെ അടുത്തെത്തിയപ്പോൾ ആന താഴത്തേക്കിനെ തിരിഞ്ഞു പോകുന്നതാണ്. അത് തിരിഞ്ഞ സമയത്ത് പടക്കം പൊട്ടിച്ച സമയത്ത് ആന നേരേക്ക് വന്നപ്പോൾ ബാക്കിലേക്ക് താഴത്തേക്ക് ഓടി. ആ സമയത്ത് സാറെങ്ങനെയാണ് അതിൻ്റെ അടിയിൽ പെട്ടു. കൃത്യമായിട്ട് ആരും എന്താണ് സംഭവിച്ചതെന്നില്ല, ആരും കണ്ടിട്ടില്ല. പിന്നെ കൂട്ടത്തിൽ സാറെ കാണാത്തപ്പോഴാണ് പോയി തരുന്നത്. കൃത്യം 1.5 മണിക്കൂറിന് സാറ് അവിടുന്ന് വനംവകുപ്പിൻ്റെ ജീപ്പുണ്ടാകുന്ന ജീപ്പിൽ കൊടുന്ന് കച്ചേരിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്തെത്തി അവിടുന്ന് ആംബുലൻസിൽ കയറ്റിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. RRT സംഘവും വനപാലകരും ഉൾപ്പെടെയുള്ളവരാണ് ആനയെ തുരത്തുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നത്. കാട്ടാന നേർക്കു വരുന്നത് കണ്ടതിന്റെ ആഘാതത്തിലാണ് സംഘത്തിലുള്ളവർ. മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ N സുബൈറിന്റെ നേതൃത്വത്തിലുള്ള സഹപ്രവർത്തകരാണ് ജഗദീഷിനെ ആശുപത്രിയിൽ എത്തിച്ചത്. KSRTCയുടെ സമയോചിത ഇടപെടൽ. ബസ്സിൽ കുഴഞ്ഞു വീണ യാത്രക്കാരിയെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. മണ്ണാർക്കാട് KSRTC ഡിപ്പോയിലെ ഡ്രൈവർ ശരവണൻ, കണ്ടക്ടർ ബാലകൃഷ്ണൻ എന്നിവരാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത്. ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം. ആനക്കട്ടിയിൽ നിന്ന് അട്ടപ്പാടി മണ്ണാർക്കാട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ മുണ്ടൂർ സ്വദേശിനിയായ സുജാത കക്കോപ്പടിയിൽ നിന്നാണ് ബസ്സിൽ കയറിയത്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലെത്തിയപ്പോഴാണ് സുജാതയ്ക്ക് തളർച്ച അനുഭവപ്പെട്ടത്. ഉടൻ തന്നെ ഡ്രൈവർ മുഖത്ത് വെള്ളം തളിച്ചെങ്കിലും ഉണരാത്തതിനെ തുടർന്ന് ബസ്സിൽ തന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഞങ്ങൾ ആനയിൽ നിന്ന് സർവീസാണ്.
അപ്പോൾ ആനയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ഇടത്തോട്ടേക്ക് കൊണ്ടുപോയിരിക്കുമ്പോൾ കക്കുപ്പടി MRS കക്കുപ്പടി കഴിഞ്ഞിട്ട് MRS സ്റ്റോപ്പിൽ ഈ ചേച്ചി കയറി. ഒപ്പം വേറൊരു കുട്ടിയായിട്ട് ഒരു സ്ത്രീ കയറി. അപ്പം തന്നെ ആ സ്ത്രീക്ക് ഞാൻ കുട്ടിയോട് പറഞ്ഞാൽ ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഒരു കുട്ടി നീച്ച് സീറ്റ് കൊടുത്തു. ഈ സ്ത്രീ വന്നിട്ട് പറഞ്ഞു എനിക്ക് നിൽക്കാൻ വയ്യാ പറഞ്ഞു. അപ്പോൾ ആരും സീറ്റ് തരാൻ പറഞ്ഞപ്പോൾ ആരും സീറ്റ് കൊടുത്തില്ല. അത് കേട്ടില്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു മഴയാണ് എന്നാൽ ബോട്ട് പോയിരുന്നോട് പറഞ്ഞു. ബോട്ട് പോയിരുന്നു കണ്ടക്ടർ വന്ന് ഒരാൾക്ക് വെച്ച് മണ്ണാക്കാൻ പറഞ്ഞു. അപ്പോൾ പൈസ പതുക്കെ തരാറുള്ളൂ. അപ്പോൾ ടിക്കറ്റ് അടിച്ച് തന്നു. പുള്ളിക്കാരൻ ടിക്കറ്റുമായി മൊബൈലിൽ ഉള്ളിലേക്ക് വെച്ചിട്ട് അങ്ങനെ കിടന്നു. അങ്ങനെ മണ്ണാർക്കാട് എത്തി. വണ്ടിക്കാർ ചെറിയ റിപ്പയറുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഡിപ്പോയിൽ കയറി വണ്ടി മാറ്റി മറ്റ് ആൾക്കാരെ മാറ്റി കയറ്റി മണ്ണാർക്കാട് സ്റ്റാൻഡിൽ നിന്ന് പോവുകയാണ്. സ്റ്റാൻഡിലെത്തിയപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം ഇറങ്ങിയിട്ട് ഒന്നിനും നീച്ച വരിക്ക് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങി കുഴഞ്ഞ് ആകെ വീണപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയില്ല. ആ ബോധം കിട്ടും. കണ്ടക്ടർ അപ്പം തന്നെ വെള്ളമെടുത്ത് മുഖത്തേക്ക് തെളിച്ചു. എന്നിട്ടും സ്ത്രീ ബോധം വരുന്നില്ല. അപ്പോൾ ഞാൻ ആശുപത്രിക്ക് മണ്ണാർക്കാട് ജീവിച്ചിട്ട്. അട്ടപ്പാടി കക്കുപ്പടി സ്കൂളിൽ അധ്യാപികയായ സുജാത സുഖം പ്രാപിച്ചു വരുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിന്റെ കളിസ്ഥലം നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി വികസിപ്പിക്കുന്ന ജില്ലയിലെ ആദ്യത്തെ പദ്ധതിയാണിത്. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും സംസ്ഥാന കായിക വകുപ്പിന്റെ 50 ലക്ഷം രൂപയും ചേർത്ത് 1 കോടി രൂപ വിനിയോഗിച്ചാണ് കളിസ്ഥലം നവീകരിക്കുന്നത്. വിവിധ കായിക ഇനങ്ങൾക്കായുള്ള ഗ്രൗണ്ട്, ശുചിമുറികൾ, ഡ്രൈനേജ്, ഫെൻസിംഗ്, ജിംനേഷ്യം സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. 7 മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് MLA പറഞ്ഞു. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്, കായിക വകുപ്പ് നമ്മുടെ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും 50 ലക്ഷം രൂപ MLA ആസ്തി വികസന ഫണ്ട് അനുവദിച്ചാൽ 50 ലക്ഷം രൂപ കായിക വകുപ്പും തരാം എന്ന് അറിയിക്കുകയും ചെയ്തു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ MLAയുടെ ഫണ്ടെല്ലാം ഉപയോഗപ്പെടുത്തി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. റോഡുകളുണ്ട്, പാലങ്ങളുണ്ട്, വിവിധ വായനശാലകൾ, അംഗനവാടികൾ, ക്ഷീരസംഘങ്ങൾ, വ്യത്യസ്ത മേഖലയിൽ ധാരാളം ആവശ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായി. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷറഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സൈദാലി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C ഹരിദാസൻ, M ഗിരിജ, K സുമതി, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ MC വാസുദേവൻ, B രാജേഷ്, സെക്രട്ടറി S അജയ്കുമാർ എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കടമ്പഴിപ്പുറത്ത് സെമിനാർ സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ വർക്കിംഗ് കമ്മിറ്റി അംഗം TK വാസു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിച്ച് കാർഷിക മേഖലയെ സജീവമാക്കുന്നതോടൊപ്പം തൊഴിലാളികളുടെ തൊഴിൽ ജീവിത സുരക്ഷ ഉറപ്പാക്കി മുന്നോട്ട് പോകാനാകണമെന്ന് TK വാസു അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് കാർഷിക രംഗത്തിന്റെ നിലനിൽപ്പും മുന്നേറ്റവും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൂടി ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ കാർഷിക മേഖലയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർഷിക മേഖലയുടെ വികസനത്തിനും വിപുലീകരണത്തിനും വൈപുല്യത്തിനും ആവശ്യമാകുന്ന തരത്തിലുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ്? അതിനെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിനകത്ത് ഈ കാർഷിക മേഖല ശക്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തേണ്ടത്? ആ ഇടപെടൽ നടത്തുന്നതിന് ആരൊക്കെയാണ് മുൻകൈയെടുക്കേണ്ടത്, ആരൊക്കെയാണ് ഇടപെടേണ്ടത്? ഇങ്ങനെയുള്ള പരിശോധനയും തീർച്ചയായും കാർഷിക മേഖല എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെയും സാമ്പത്തിക മേഖലയുടെയുമായി അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നതാണ് എന്നതുകൊണ്ട് അതിൽ ഇടപെടേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദികളിൽ ഒന്ന് ഭരണകൂടം തന്നെയാണ്. തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തിയും കാർഷിക മേഖലയിൽ തൊഴിലാളി ലഭ്യതയും മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥ ഉറപ്പാക്കിയുമുള്ള തൊഴിൽ സേവന പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്ന് മുഖ്യപ്രഭാഷകനായ രാധാകൃഷ്ണൻ കണ്ണാടി നിർദ്ദേശിച്ചു. സംഘാടക സമിതി ചെയർമാൻ P അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് P സുബ്രഹ്മണ്യൻ, KSKTU നേതാക്കളായ P ബാലകൃഷ്ണൻ, V പ്രജീഷ് കുമാർ, T വാസുദേവൻ, K രമേശ്, CPM ലോക്കൽ സെക്രട്ടറി C കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു.
ശാസ്ത്രീയ നെൽകൃഷി പ്രോത്സാഹനത്തിന്റെ ഭാഗമായി പട്ടാമ്പി കൃഷിഭവന്റെ മേൽനോട്ടത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തി. 20 ഏക്കർ നെൽകൃഷിയിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഡ്രോൺ ടെക്നോളജി ഉപയോഗിച്ച് സൂക്ഷ്മ മൂലക മിക്സിന്റെ വളപ്രയോഗം നടത്തിയത്. ശങ്കരമംഗലം പാടശേഖരത്തിലാണ് ഡ്രോൺ അധിഷ്ഠിത വളപ്രയോഗം നടത്തിയത്. മറ്റു പാടശേഖരങ്ങളിലേക്കും ഈ സാങ്കേതിക വിദ്യ എത്തിക്കാൻ വേണ്ട നടപടികൾ നഗരസഭ ആലോചിക്കുന്നുണ്ട്. ഇതിലൂടെ വളപ്രയോഗം ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ ചിലവിൽ നടത്താമെന്നതാണ് പ്രത്യേകത. കാർഷിക യന്ത്രവൽക്കരണത്തിലൂടെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനും കഴിയും. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഡ്രോൺ വളപ്രയോഗം ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവന്റെ നേതൃത്വത്തിൽ നമ്മുടെ പാടശേഖരങ്ങളിൽ ജൈവ വളം ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് കളിക്കാൻ നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് കർഷക തൊഴിലാളികളെ ലഭിക്കാത്ത സാഹചര്യത്തിലും അതുപോലെ തന്നെ കൂലിച്ചെലവിൻ്റെ കാര്യത്തിലും വളരെയധികം കർഷകർ ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള യന്ത്രവൽകൃത യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ജൈവവളം പ്രയോഗം, കീടനാശിനി പ്രയോഗം നടത്തുന്ന മൂലം കർഷകർക്ക് വളരെയധികം സഹായകരമായിരിക്കും. അതോടൊപ്പം തന്നെ ഇത് പട്ടാമ്പി നഗരസഭയുടെ ഈ കൃഷിഭവന്റെ കീഴിൽ ആദ്യമായിട്ടൊരു പരീക്ഷണം എന്ന നിലയിലാണ് ഈ പാടശേഖരത്തെ ഇന്ന് നടത്തുന്നത്. ഇത് നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ എല്ലാ പാടശേഖരത്തേക്കും ഇത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നഗരസഭ തയ്യാറാക്കുന്നത്. അതോടൊപ്പം തന്നെ കർഷകർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നഗരസഭ എന്നും കർഷകരോടൊപ്പം പിന്തുണയിൽ ഉണ്ടാവും എന്നുകൂടി അറിയിക്കുകയാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത അധ്യക്ഷയായി. കൃഷി ഓഫീസർ സൂര്യ, പാടശേഖര സമിതി സെക്രട്ടറി ശ്രീനിവാസൻ, കൗൺസിലർ ഹമീദ്, വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ, കർഷകർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ വൃന്ദ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ പെരിന്തൽമണ്ണ സ്വദേശി ഹാഫിസ് റഹ്മാൻ വീണ്ടും റാങ്ക് തിളക്കത്തിൽ. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ ഹാഫിസ് റഹ്മാൻ 2ാം റാങ്ക് കരസ്ഥമാക്കി. JEE മെയിൻ പരീക്ഷയിൽ സംസ്ഥാനത്ത് 1ാം റാങ്ക് നേടിയിരുന്നു. ഹാഫിസ് റഹ്മാന് മദ്രാസ് IITയിൽ BTechന് അഡ്മിഷൻ ഉറപ്പായി. അവിടെ ചേർന്ന് പഠിക്കുമെന്ന് ഹാഫിസ് പറഞ്ഞു. ഖത്തറിൽ പീഡിയാട്രിഷ്യനായ പെരിന്തൽമണ്ണ പൊന്നിയാങ്കുറിശി ഏലിക്കോട്ടിൽ അബ്ദുറഹ്മാന്റെയും ഷാഹിനയുടെയും മകൻ ഹാഫിസ് റഹ്മാൻ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ റാങ്ക് നേടി വീണ്ടും താരമായി. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ 2ാം റാങ്കും അഖിലേന്ത്യാ തലത്തിൽ 542ാം റാങ്കുമാണ് കരസ്ഥമാക്കിയത്. ഫലം വന്നപ്പോൾ ഖത്തറിൽ പിതാവിന്റെ കൂടെയായിരുന്നു ഹാഫിസ് റഹ്മാൻ. കഴിഞ്ഞ JEE മെയിൽ പരീക്ഷയിൽ ഹാഫിസ് റഹ്മാൻ സംസ്ഥാനത്ത് 1ാം റാങ്കും അഖിലേന്ത്യാ തലത്തിൽ 197ാം റാങ്കും നേടിയിരുന്നു. കൊച്ചിൻ സാങ്കേതിക സർവകലാശാലയുടെ പ്രവേശന പരീക്ഷയിൽ 2ാം റാങ്കും അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ 3ാം റാങ്കും നേടിയിട്ടുണ്ട്. ഹാഫിസ് റഹ്മാന് മദ്രസ IITയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BTechന് അഡ്മിഷൻ ഉറപ്പായിട്ടുണ്ട്. അവിടെ ചേർന്ന് പഠിക്കുമെന്ന് ഹാഫിസ് റഹ്മാൻ പറഞ്ഞു. എനിക്ക് ഇക്കൊല്ലത്തെ JEE മെയിൻ പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 197ഉം കേരള റാങ്ക് 1ഉം, കീം പരീക്ഷയിൽ 2ാം റാങ്കും, JEE അഡ്വാൻസ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ റാങ്ക് 542ഉം, കുസാറ്റ് പരീക്ഷയിൽ 2ാം റാങ്കും, CMI ക്വാളിഫൈ ചെയ്തിരിക്കുന്നു ഞാൻ. ആൻഡ് അമൃത പരീക്ഷയിൽ എനിക്ക് 3ാം റാങ്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ IIT മദ്രാസിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ BTech ആണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. LKG മുതൽ 5ാം ക്ലാസ് വരെ ഖത്തറിലാണ് ഹാഫിസ് റഹ്മാൻ പഠിച്ചത്. 6 മുതൽ 10 വരെ പെരിന്തൽമണ്ണ ദാറുൽ ഫലാഹ് സ്കൂളിലും പഠിച്ചു. 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടി. പാല ചാവറ പബ്ലിക് സ്കൂളിൽ CBSE +2 പഠിച്ച ഹാഫിസ് റഹ്മാൻ 500ൽ 498 മാർക്കും കരസ്ഥമാക്കി. പാല ബ്രില്യന്റിലായിരുന്നു എൻട്രൻസ് കോച്ചിങ്. കോഴിക്കോട് IITയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ BTech നേടിയ മൂത്ത സഹോദരി ആക്കിഫ ഇപ്പോൾ ദോഹയിൽ ജോലി ചെയ്തു വരുന്നു. 2ാമത്തെ സഹോദരി അസ്ലമ മദ്രാസ് IITയിൽ BTech പഠനത്തിനു ശേഷം അമേരിക്കയിൽ ജോലി ചെയ്തു വരികയാണ്. 3ാമത്തെ സഹോദരി ഹംദ പോണ്ടിച്ചേരി ജിപ്മർ മെഡിക്കൽ കോളേജിൽ 3ാം വർഷം MBBS വിദ്യാർത്ഥിനിയാണ്. ചെറിയ സഹോദരൻ സാഹിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മാതാപിതാക്കളുടെ പിന്തുണയും സഹോദരിമാരുടെ പ്രചോദനവും ചിട്ടയായ പഠനവുമാണ് ഹാഫിസ് റഹ്മാനെ വലിയ വിജയത്തിലെത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും ചേർത്തുപിടിക്കലിന്റെ സന്ദേശം പകരുകയാണ് നെല്ലായ കൃഷ്ണപ്പടിയിലെ പ്രവാസി തട്ടുകട ഉടമ ഉണ്ണികൃഷ്ണൻ. വൃക്കരോഗം ബാധിച്ച് പൊമ്പുലായ സ്വദേശി വിനോദ് എന്ന യുവാവിന്റെ ചികിത്സാ ധനസഹായത്തിനായി ഒരു ദിവസത്തെ തന്റെ തട്ടുകടയിലെ വരുമാനം മുഴുവൻ മാറ്റിവെച്ചാണ്
ഉണ്ണികൃഷ്ണൻ മാതൃകയാകുന്നത്. 7 വർഷമായി നെല്ലായ കൃഷ്ണപ്പടിയിൽ തട്ടുകട നടത്തുന്ന ആളാണ് കൃഷ്ണപ്പടി കിഴക്കേക്കര വീട്ടിൽ ഉണ്ണികൃഷ്ണൻ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ഉണ്ണികൃഷ്ണൻ ഉപജീവന മാർഗമായാണ് കൃഷ്ണപ്പടിയിൽ തട്ടുകട ആരംഭിച്ചത്. തുച്ഛമായ വരുമാനം മാത്രമാണ് ലഭിക്കുന്നത് എങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ മുൻപന്തിയിലാണ്. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന നെല്ലായ പൊമ്പിലായ സ്വദേശി പൈങ്ങുള്ളി വിനോദിന്റെ ചികിത്സാ സഹായനിധിയിലേക്ക് തന്റെ തട്ടുകടയിലെ ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ നീക്കിവെച്ചാണ് ഉണ്ണികൃഷ്ണൻ മാതൃകയാവുന്നത്. മുമ്പും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉണ്ണികൃഷ്ണൻ തന്റെ വരുമാനം നീക്കിവെച്ചിരുന്നു. വെള്ളിയാഴ്ച കടയിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ വരുമാനവും വിനോദിന്റെ ചികിത്സയ്ക്കായി നൽകുമെന്ന് ഉണ്ണികൃഷ്ണൻ മലബാർ ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങളെ നാട്ടിലുള്ള ഒരു സുഹൃത്താണ്, എൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ അവരുടെ ചിലവിനായി 40 ലക്ഷം രൂപയോളം ചിലവ് വരും. അപ്പോൾ ഞങ്ങളെ കൊണ്ടാവുന്ന സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കുക. ഇന്നത്തെ ഫുൾ ചിലവ് അവർക്കുള്ളതാണ്. ഞങ്ങളുടെ കച്ചവടത്തിൻ്റെ ക്യാഷ് ഇന്നത്തെ എല്ലാ കച്ചവടം അവർക്കുള്ളതാണ്. ഇന്നത്തെ ക്യാഷ് ഞങ്ങൾ അങ്ങനെ ചെയ്യലുണ്ട്. ഇതിൽ മുന്നേ ഇതേപോലെ ഞങ്ങളൊന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ സുഹൃത്തുക്കളൊക്കെ അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കി തരാറുണ്ട്. അടുത്തുള്ളവരും കൂട്ടുകാരും ഓട്ടോറിക്ഷക്കാരും ഒക്കെ അതിന് സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങളോട് എല്ലാം ആവുന്ന പോലെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. 40 ലക്ഷത്തോളം രൂപയാണ് വിനോദിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടത്. ഇതിനായുള്ള ധനസമാഹരണത്തിലാണ് വിനോദ് ചികിത്സാ സഹായനിധി കമ്മിറ്റി. ഉണ്ണികൃഷ്ണനെ പോലുള്ള സുമനസ്സുകളാണ് തങ്ങൾക്ക് പ്രചോദനമെന്നും വിനോദിന്റെ ചികിത്സയ്ക്കായുള്ള മുഴുവൻ സംഖ്യയും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്നും ചികിത്സാ സഹായനിധി കൺവീനർ ദീപകുമാർ പറഞ്ഞു. വിനോദിന്റെ ഇരുവൃക്കകളും തകരാറിലായി അവൻ ചികിത്സയിലാണ്. അവൻ്റെ ഭാര്യ ഹാർട്ട് പേഷ്യൻ്റാണ്. അവരുടെ സർജറി കഴിഞ്ഞേ ഉള്ളൂ. ആ കുടുംബം ആകെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഇവിടെ ചികിത്സാ ധനസഹായത്തിനുള്ള പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണി ഇതിനു മുൻപും ഇത്തരം സാഹചര്യങ്ങളിൽ അവൻ്റെ കടയിലെ ഒരു ദിവസത്തെ വരുമാനം അവൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ട് അവൻ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാറുണ്ട്. അപ്പോൾ ഈ വിഷയം ഉണ്ണിയോട് പറഞ്ഞപ്പോൾ അവൻ ഒരു ദിവസത്തെ കച്ചവടത്തിലെ വരുമാനം ഈ വിനോദ ചികിത്സാ ധനസഹായ കമ്മിറ്റിയിലേക്ക് തരാമെന്ന് അറിയിക്കുകയും ഇന്നേ ദിവസത്തെ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന തുക വിനോദ ചികിത്സാ ധനസഹായ കമ്മിറ്റിയിലേക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണങ്ങളും ഈ ഇന്നത്തെ ദിവസം ഉണ്ണിയുടെ കടയിൽ വന്ന് പരമാവധി ആളുകൾ കഴിക്കാനും ഭക്ഷണം കഴിക്കാനും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാവാനും ശ്രമിക്കണം. ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശി മണികണ്ഠന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച തുക കൈമാറി. 20 ലക്ഷത്തോളം രൂപ ശസ്ത്രക്രിയയ്ക്കായി ചെലവ് വരും. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ആവശ്യമായ തുകയിലേക്ക് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച മുഴുവൻ തുകയുമാണ് കൈമാറിയത്. കമ്മിറ്റി ട്രഷറർ വിനോദ് കുമാർ, കമ്മിറ്റി ചെയർമാനും നഗരസഭാ വൈസ് ചെയർമാനുമായ കെ രാജേഷ്, കമ്മിറ്റി കൺവീനറായ വാർഡ് കൗൺസിലർ മണികണ്ഠൻ എന്നിവർക്കാണ് കൈമാറിയത്. തങ്ങൾക്ക് കഴിയാവുന്ന സംഖ്യകൾ സംഭാവനയായി നൽകിയിട്ടുള്ള നമ്മുടെ നാട്ടിലെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും മറ്റ് രാജ്യങ്ങളിലുമൊക്കെയായി തൊഴിലെടുക്കുന്ന നല്ല മനസ്സുകൾ, അവരെയും ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. കാരണം മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. 12,60,000 രൂപയോളമാണ് ജനകീയ കമ്മിറ്റിയുടെ 1 മാസത്തെ കാലയളവിലെ പരിശ്രമത്തിലൂടെ സ്വരൂപിച്ചത്. വാർഡ് കൗൺസിലർ എ അനിത അധ്യക്ഷയായി. വാർഡ് കൗൺസിലർമാരായ സി പ്രസീത, അനിത ശിവദാസ്, ഗംഗാധരൻ, മായ, കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡന്റ് NK ജയരാജൻ, എം സത്യവേലു തുടങ്ങിയവരും സംസാരിച്ചു. 20 ലക്ഷം രൂപയാണ് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. മണികണ്ഠന്റെ അമ്മയാണ് കിഡ്നി നൽകുന്നത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യ ബോധം നൽകിയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും വോട്ടിംഗ് പരിചയപ്പെടുത്തിയും സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. പെരിന്തൽമണ്ണ ISS സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് ജനാധിപത്യ വോട്ടെടുപ്പ് രീതിയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ അവബോധം നൽകിയും തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ മനസ്സിലാക്കി കൊടുത്തും വോട്ടിംഗ് പരിചയപ്പെടുത്തിയും
പെരിന്തൽമണ്ണ ISS സീനിയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാ വർഷവും പാർലമെന്റ് ഇലക്ഷൻ നടത്തി വരുന്നുണ്ട്. സ്കൂൾ പാഠ്യേതര ആസൂത്രണത്തിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇലക്ഷൻ നടത്തുന്നത്. സ്കൂൾ ലീഡർ, സ്കൂൾ ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ, ആർട്ട് സെക്രട്ടറി, സ്പോർട്സ് ക്യാപ്റ്റൻ, ജൂനിയർ ക്യാപ്റ്റൻ, കിഡീസ് ക്യാപ്റ്റൻ എന്നീ സ്ഥാനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഇലക്ഷൻ കമ്മീഷനും പോളിംഗ് ബൂത്തുകളും ഫസ്റ്റ് പ്രിസൈഡിംഗ് ഓഫീസർ, സെക്കൻഡ് പ്രിസൈഡിംഗ് ഓഫീസർ തുടങ്ങിയ പോളിംഗ് ഉദ്യോഗസ്ഥരും സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ഏജന്റുമാരും വോട്ടർമാരുടെ തിരിച്ചറിയൽ കാർഡുമെല്ലാം സാധാരണ തിരഞ്ഞെടുപ്പിന്റെ മാതൃക കാണിച്ചു. പെരിന്തൽമണ്ണ കോഡ് സ്പേസിന്റെ നൂതന തിരഞ്ഞെടുപ്പ് സംവിധാനം ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് നടത്തിയത്. ജനാധിപത്യത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് ഇലക്ഷൻ. ആ ഇലക്ഷനെ നമ്മുടെ കുട്ടികൾക്കിടയിൽ പരിചയപ്പെടുത്തി കൊടുക്കുക, അതേപോലെ തന്നെ നമ്മുടെ ജനാധിപത്യ സ്കൂൾ പാർലമെൻ്ററി സിസ്റ്റത്തിനകത്ത് കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, കുട്ടികളുടെ ഇടയിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടത്തിയിട്ടുള്ളത്. ഏകദേശം 100-100ഓളം കുട്ടികൾ നമ്മുടെ ഈ ഒരു ഇലക്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് വളരെ ആധികാരികമായിട്ടല്ലേ, വളരെ സത്യസന്ധമായി നല്ല രീതിയിൽ തന്നെ നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന് നമ്മളെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ പെരിന്തൽമണ്ണയുള്ള ഒരു കോഡ് സ്പേസ് ടെക്നോളജി ഉണ്ട്. അവരുടെ ഇലക്ഷൻ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇലക്ഷൻ പൂർത്തീകരിച്ചിട്ടുള്ളത്. 3 ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. 810 വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തു. പൊതു തിരഞ്ഞെടുപ്പ് മാതൃകയിൽ നടന്ന സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ കുട്ടികൾക്ക് പുതിയ അനുഭവമായി. ഇലക്ഷൻ വന്നപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഭാവിയിൽ ഇനി വോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആർക്ക് വോട്ട് ചെയ്യണം എന്നുവെച്ചാൽ നമുക്ക് മതത്തിൻ്റെ പേരിലോ കളറിൻ്റെ പേരിലോ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ നമ്മൾ നാടിന് എന്ത് ഉപയോഗത്തിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ സ്കൂളിൽ ഇങ്ങനെ ഇലക്ഷൻ നടന്നപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലായി. ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകണം അതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയാസ് നമുക്ക് നമ്മളെ സ്കൂളിൽ നടക്കുന്ന ഇലക്ഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി ആലിക്കൽ റഫീഖ് പോളിംഗ് കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ M. റസിയ, വൈസ് പ്രിൻസിപ്പൽ TS. സാദിഖ്, കോർഡിനേറ്റർ KPM അബ്ദുറഹ്മാൻ, KV. ദീപ, T. നിഷാത്ത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ C. നൌഷാദ്, ഡെപ്യൂട്ടി കമ്മീഷണർമാരായ C. സഫിയ, O. നൌഫൽ, പ്രിസൈഡിംഗ് ഓഫീസർമാരായ K. തദീഷ്, E. ശബരിനാഥ് എന്നിവർ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി. പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ അലനല്ലൂർ AET ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. ബാലറ്റ് പേപ്പർ, റിട്ടേണിംഗ് ഓഫീസർ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തോടൊപ്പം ജനാധിപത്യ മൂല്യത്തിന്റെ എല്ലാ വശങ്ങളും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അലനല്ലൂർ AET സ്കൂളിൽ ജനാധിപത്യ സ്വഭാവത്തോടെയുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചായിരുന്നു വോട്ടിംഗ്. തെരഞ്ഞെടുപ്പ് നിയന്ത്രണത്തിനായി റിട്ടേണിംഗ് ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസർ എന്നിവരും സുരക്ഷ ഉറപ്പാക്കാൻ കുട്ടി പോലീസും ഉണ്ടായിരുന്നു. മുതിർന്നവർ ചെയ്യുന്ന വോട്ടിന്റെ രീതി മനസ്സിലാക്കിയ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. നമ്മളെ വീട്ടുകളിൽ നിന്നായാലും നമ്മുടെ അച്ഛനമ്മമാർ എല്ലാവരും വോട്ടെടുപ്പിന് പോകുന്നത് കാണുന്നു. എന്താണ് ഇതെന്നും ഒരു കുട്ടികൾക്കും അറിയാനും സാധ്യതയില്ല. പക്ഷേ ഇങ്ങനെയൊരു ഇത് നമ്മളെ സ്കൂളിലുള്ളത് കൊണ്ട് തന്നെ ഓരോ കുട്ടികൾക്കും ഇത് എന്താണെന്ന് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും നല്ലൊരു ഇതുകൂടിയാണ് നമ്മൾ സ്കൂളിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വളരെയധികം ആകാംക്ഷയിൽ കൂടിയാണ്. തങ്ങളുടെ ഇഷ്ട സ്ഥാനാർത്ഥികൾ വിജയിക്കുമോ എന്ന സ്വാഭാവിക ആശങ്കയും കുട്ടികൾ പങ്കുവച്ചു. Everyone is very excited to know what will happen. I'm also eagerly waiting to know what will happen because this is a strict competition. There are so many candidates this year and I'm participating as student editor. So we can see what will happen next and thank you. പൊതുതെരഞ്ഞെടുപ്പിന്റെ സ്വഭാവം കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് പ്രിൻസിപ്പൽ V. മുഹമ്മദ് റോഷൻ പറഞ്ഞു. ഇത് ശരിക്കും നല്ലൊരു ഇലക്ഷൻ്റെ മിനിയേച്ചർ ഫോമാണ്. ബാലറ്റ് പേപ്പറിലൂടെ, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളിലൂടെ, അതുപോലെ തന്നെ ബൂത്ത് ഏജൻസികളിലൂടെ എല്ലാവർക്കും കുട്ടികൾക്ക് ഇലക്ഷൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു തോത് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ കുട്ടികളും ഫലപ്രഖ്യാപനത്തിനുള്ള ആകാംക്ഷയിലാണ്. സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ, സ്പോർട്സ് ക്യാപ്റ്റൻ, ആർട്ട് സെക്രട്ടറി, സ്റ്റുഡൻറ് എഡിറ്റർ എന്നീ തസ്തികകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കായിരുന്നു വോട്ടവകാശം. 5, 6, 7 എന്നീ ക്ലാസ്സിലെ കുട്ടികളാണ് അതാത് സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ചത്. വായനാ മാസാചരണത്തോടനുബന്ധിച്ച് എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം AMLP സ്കൂളിന്റെ നേതൃത്വത്തിൽ കോട്ടപ്പള്ള ടൗണിൽ വായനം എന്ന പേരിൽ റാലിയും മൈമിങ്ങും സംഘടിപ്പിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജിന സത്താർ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. വായന കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ പൊതുസമൂഹത്തിലേക്കും വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്കൂൾ മുതൽ കോട്ടപ്പള്ള ടൗൺ വരെ റാലി സംഘടിപ്പിച്ചത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സജന സത്താർ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു.
വായനയുടെ ആവശ്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി ടൗണിൽ വിദ്യാർത്ഥികളുടെ മൈമിംഗ് നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം പി രഞ്ജിത്ത്, പ്രദേശത്തെ എഴുത്തുകാരൻ ഇബ്നു അലി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. 50 കൊല്ലം കൊണ്ട് ഒരാൾ ആർജിച്ച അറിവുകൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നത് 1-2 ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒക്കെയാണ്. അപ്പം അത്രയും ഗഹനമായ, അത്രയും അധ്വാനം വേണ്ടി വന്ന ഒരു സംഗതിയാണ് ഈ എഴുത്ത് എന്നുള്ളത്. അത്തരം ഒരു കേന്ദ്രത്തിലേക്കാണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നീതിയാണ് പുസ്തകങ്ങളെന്ന്. മണ്ണാർക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് വി അബ്ദുള്ള, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റഫീന പാറക്കോട്ട്, PTA പ്രസിഡന്റ് MP നൌഷാദ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KT ഹംസപ്പ, റഹ്മത്ത് മഠത്തൊടി, പ്രധാനാധ്യാപിക KM ഷാഹിന സലീം, മുൻ പ്രധാനാധ്യാപകൻ CT മുരളീധരൻ, SMC അംഗം നാസർ കാപ്പുങ്കൽ, PTA വൈസ് പ്രസിഡന്റ് PP ഉമ്മർ, പൂർവ്വ വിദ്യാർത്ഥി A സത്യനാഥൻ, MPTA പ്രസിഡന്റ് C റുബീന, MPTA വൈസ് പ്രസിഡന്റ് K കാർത്തിക കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. വല്ലപ്പുഴ ചൂരക്കോട് GUP സ്കൂളിൽ ദീർഘകാലം അധ്യാപികയായിരുന്ന പഞ്ചാരത്ത് രത്നമാലിക ടീച്ചറുടെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു. AK ദേവദാസ് ആമുഖ പ്രസംഗം നടത്തി. ഹക്കീം ചൂരക്കോട് അധ്യക്ഷത വഹിച്ചു. ഉമാദേവി ടീച്ചർ, സ്കൂൾ HM നസീം, P ഹസൈനാർ, രാജൻ ചൂരക്കോട്, MK ശംസുദ്ദീൻ, സയ്യിദ് കോടനാട്, P സന്തോഷ്, മുത്തുക്കാസ്, ജയപ്രകാശ് VP, KP കുഞ്ഞാൻ, അധ്യാപകരായ വേണു, അനിത, ആരിഫ, സന്ധ്യ, സരിത എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് നഗരസഭയുടെ ബഹുമുഖ പദ്ധതികൾക്കായി പാതാക്കര മലയിൽ വാങ്ങാൻ തീരുമാനിച്ച സ്ഥലത്തിന് നിശ്ചയിച്ച ഫെയർ വാല്യൂ റദ്ദാക്കി. വാല്യൂ നിശ്ചയിക്കുന്നതിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. CPM-ഉം BJP-യും സ്ഥലം വാങ്ങുന്നതിനെ എതിർത്തിരുന്നു. പെരിന്തൽമണ്ണ രാമൻചാടി കുടിവെള്ള പദ്ധതിക്കും ജലസേചന പദ്ധതികൾക്കും തൂതപ്പുഴയിൽ തടയണ അനിവാര്യമെന്ന് നജീബ് കാന്തപുരം MLA. നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. ആവശ്യം പരിഗണിക്കാമെന്ന് വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് DYFI മാർച്ച്. ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും നിഷേധാത്മക സമീപനം തിരുത്തണമെന്നും രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കണമെന്നും DYFI. പട്ടാമ്പി കുളപ്പുള്ളിപ്പാതയുടെ തകർച്ചയിൽ വീണ്ടും പ്രതിഷേധം. ഓങ്ങല്ലൂരിലാണ് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നവീകരണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന് നേതാക്കൾ. യൂത്ത് കോൺഗ്രസ് യങ് ഇന്ത്യ ക്യാമ്പയിന് പാലക്കാട് ജില്ലയിൽ തുടക്കം. സംഘടനയെ ശക്തിപ്പെടുത്താൻ താഴെത്തട്ടിൽ പ്രവർത്തനം അനിവാര്യമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പെരിന്തൽമണ്ണ സ്വദേശി ഹാഫിസ് റഹ്മാന് വീണ്ടും റാങ്കിന്റെ തിളക്കം. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ നേടിയത് 2ാം റാങ്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.